കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നേ. ഇത്തവണ നാട്ടിൽ പോയത് തന്നെ അവൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കസിൻ എന്ന് പറയുന്നതിനേക്കാളും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണേ. കാരണം ഞങ്ങൾ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമാണ്, ഒരേ ക്ലാസ്സിലുമാണ് പഠിച്ചിരിക്കുന്നത്, അതും വെവ്വേറെ സ്ഥലങ്ങളിൽ. അപ്പോൾ വെക്കേഷൻസിനൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള ടോപ്പിക്കും ഒക്കെ സെയിം ആയിരുന്നു കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമുക്ക് സിബ്ലിങ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കും അവനും സിബ്ലിങ്സ് ഇല്ല. അതുകൊണ്ട് നമ്മുടെ വെക്കേഷൻസിലൊക്കെ നമ്മൾ മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്ന കൂട്ട്. ഇപ്പോൾ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഇവൻ്റെ അമ്മമ്മയോട് ഞാൻ പോയി ചോദിക്കുന്ന ചോദ്യം ഇവൻ എന്നാ വരിക എന്നുള്ള കാര്യമായിരിക്കും. അതനുസരിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ അമ്മയുടെ വീട്ടിലോട്ടും ഒക്കെ ഒന്ന് വിരുന്ന് പോയിട്ട് വരാനൊക്കെ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിലുണ്ടായ കുറേ പ്രശ്നങ്ങളും അതെല്ലാം ഞങ്ങൾക്ക് സെയിം ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും അവൻ നല്ലപോലെ നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുമേ. അപ്പോൾ ഇന്നത്തെ ഈ കല്യാണത്തിൽ അവൻ്റെ ഫ്രണ്ട്സ്, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരുണ്ടല്ലോ, അവരുണ്ടാക്കിയ ഓളം കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ അമ്മായി, അതായത് ഇവൻ്റെ അമ്മ, കുറേ കാലത്തിന് ശേഷം ഇത്രയും സന്തോഷത്തിൽ കണ്ടൊരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്നലെ. വീട്ടിലെ ഫങ്ഷൻസ് എന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണല്ലേ. കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ. ഇന്ന് തന്നെ തിരിച്ച് എറണാകുളത്തേക്ക് പോരേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നേ. അവിടുത്തെ ഒരു ഓളൊക്കെ കണ്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് കേട്ടോ ഒന്ന് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടൈം ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോന്നിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പം ഞങ്ങളുടെ പൂരത്തിനായിരിക്കും കേട്ടോ ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓക്കെ, ബൈ.